وبركاته. الحمد لله الحمد لله رب العالمين، وصلى الله وسلم على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد. സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിൻ്റെ പഠനവുമായി ബന്ധപ്പെട്ട് 4ാമത്തെ ക്ലാസ്സിലാണ് നാം ഇന്ന് ഉള്ളത്. സൂറത്തുൽ ഫാത്തിഹയാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഫാത്തിഹയുടെ പ്രാധാന്യവും ഫാത്തിഹയിലെ ആദ്യത്തെ വചനമായ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിൻ്റെ ആശയവും അതിൻ്റെ തദബ്ബുറും അതുകൊണ്ട് അത് പഠിച്ചാൽ നാം എങ്ങനെ അതുകൊണ്ട് പ്രവർത്തിക്കണം എന്നതിനെക്കുറിച്ചും നാം കഴിഞ്ഞ ദിവസം മനസ്സിലാക്കി. ജീവിതത്തിൽ അത് പകർത്തുന്നുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അള്ളാഹു പഠിക്കുന്ന ആയത്തുകളെ ജീവിതത്തിൽ പകർത്തുന്ന സൗഭാഗ്യവാന്മാരിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഫാത്തിഹയിലെ 2ാമത്തെ വചനമാണ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽ ഹംദ്, ഹംദ് എന്നതിൽ നിന്നാണ് ഹമിദ, അതിൻ്റെ വെർബ് അതാണ്, സ്തുതിച്ചു. അൽ ഹംദ് എന്ന് പറയുമ്പോൾ എല്ലാ സ്തുതികളും എന്ന ആശയമാണ് അതിൽ ഉൾക്കൊള്ളുന്നത്. എല്ലാ സ്തുതികളും ലില്ലാഹ്, അള്ളാഹുവിനാണ്. അള്ളാ എന്ന പദം നമ്മൾ കഴിഞ്ഞ ദിവസം വിശദീകരിച്ചു. അൽഹംദുലില്ലാഹ്, എല്ലാ സ്തുതികളും അള്ളാഹുവിനാണ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി ചോദിക്കാം എന്തുകൊണ്ട് എന്ന്. അതിൻ്റെ ഉത്തരമാണ് തുടർന്നുള്ള 2-3 വചനങ്ങൾ. എന്തുകൊണ്ട് എല്ലാ സ്തുതികളും അള്ളാഹുവിനാണ് എന്ന് പറയുന്നു? ഇവിടെ അൽഹംദു എന്ന പദം തന്നെ യഥാർത്ഥത്തിൽ മഹാ അത്ഭുതമുള്ള ഒന്നാണ്. അറബി ഭാഷയുടെ ഡിക്ഷണറികൾ പരിശോധിച്ചാൽ എല്ലാ വാക്കുകൾക്കും ഒരുപാട് പര്യായ പദങ്ങളുണ്ട്. എന്നാൽ അൽ ഹംദ് അല്ലെങ്കിൽ ഹംദ് എന്ന പദത്തിന് ഒരു പര്യായ പദം, തത്തുല്യമായ ഒരു പദം കാണുക സാധ്യമല്ല. അത് തന്നെ ആ ഹംദിൻ്റെ പ്രാധാന്യത്തെ നമുക്ക് മനസ്സിലാക്കി തരുന്നു. ഇനി അറബി ഭാഷയിൽ മാത്രമല്ല, വിശുദ്ധ ഖുർആനോ അല്ലെങ്കിൽ ഖുർആനിൻ്റെ വിശദീകരണമായ സുന്നത്തോ പരിശോധിച്ചാൽ അതിന് തത്തുല്യമായ ഒരു പദം കാണാൻ സാധ്യമല്ല. എന്താണ് ഹംദ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ എന്താണ് സ്തുതി എന്ന് പറയുന്നത്? ഹംദ് എന്നതുകൊണ്ട് സാങ്കേതികമായി ഖുർആൻ പഠിക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ട ആശയം, ഹംദ് എന്ന് പറഞ്ഞാൽ അശ്ശുഊറു ബിർറിദാ വൽ ഇംതിനാൻ വശുക്ർ മഅൻ. അതാണ് ഒരു കാര്യത്തെക്കുറിച്ച് പരിപൂർണമായ ഒരു സംതൃപ്തി നമുക്ക് അനുഭവപ്പെടുക. ആ സംതൃപ്തി അനുഭവപ്പെടുമ്പോൾ ആ സംതൃപ്തിയുടെ ഫലമായി നമുക്ക് അത് നൽകിയവനോട് നന്ദി കാണിക്കാനുള്ള ഒരു തോന്നൽ നമ്മുടെ ഉള്ളിലുണ്ടാവുക. ഇതാണ് ഹംദ് എന്ന് പറഞ്ഞാൽ. ആ പദത്തിൽ അൽഹംദുലില്ലാ എന്ന് പറയുമ്പോൾ അതിൽ 2 കാര്യങ്ങൾ അടങ്ങിയിരിക്കുന്നു എന്നർത്ഥം. ഒന്ന്, ഞാൻ അള്ളാഹുവിനെ കുറിച്ച് പരിപൂർണമായി സംതൃപ്തനാണ്. 2, ഈ അനുഗ്രഹം അള്ളാഹു എനിക്ക് ചെയ്തു തന്നതിന് ഞാൻ അവനോട് നന്ദിയുള്ളവനാണ് എന്ന്. ഇതുപോലെ ഒരു പദം സത്യത്തിൽ വിശ്വാസികൾക്ക് വേറെയില്ല. ഈ 2 ആശയങ്ങളും കൂടി ഒരുമിച്ച് ചേരാവുന്ന ഒരു പദം വേറെയില്ല. അതാണ് ഈ പദത്തിൻ്റെ തന്നെ സവിശേഷത. പരിശുദ്ധ ഖുർആൻ പരിശോധിച്ചാൽ ഈ അൽഹംദുലില്ലാ എന്ന് ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ വന്നിട്ടുണ്ട്. അതൊക്കെ വ്യത്യസ്തമായ ആശയങ്ങളെ ധ്വനിപ്പിക്കുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. വിശുദ്ധ ഖുർആനിൽ വന്ന അൽഹംദുകൾ പരിശോധിച്ചാൽ, ഒന്ന് ഈ സൂറത്തുൽ ഫാത്തിഹയിൽ തന്നെ വന്നത്. ഇവിടെ അൽഹംദുലില്ലാ എന്ന് വന്നത്
അള്ളാഹുവിൻ്റെ റുബൂബിയത്തുമായി ബന്ധപ്പെടുത്തിയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ലോകങ്ങളുടെ റബ്ബ്, ലോകങ്ങളുടെ രക്ഷിതാവായ അള്ളാഹുവിന് സർവസ്തു. ഇവിടെ റുബൂബിയത്തുമായാണ് ഈ ഹംദിന് ബന്ധമുള്ളത്. രണ്ടാമതായി ഖുർആൻ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും അള്ളാഹുവിൻ്റെ ഖുദ്റത്ത്, അള്ളാഹുവിൻ്റെ കഴിവ്, ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ചിടത്തുള്ള കഴിവ്, അങ്ങനെ മറ്റു പല കഴിവുകളെയും ബന്ധപ്പെടുത്തി അൽഹംദുലില്ലാ എന്ന് വന്നത് കാണാൻ സാധിക്കും. സൂറത്തു അൻആം, അൽഹംദുലില്ലാഹില്ലദീ ഖലഖസ്സമാവാതി വൽ അർദ് വജഅല അദ്ദുലുമാതി വന്നൂർ. ആലോചിച്ച് നോക്കൂ, ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചവനായ, നോക്കൂ അള്ളാഹുവിൻ്റെ ഒരു ഖുദ്റത്താണ്. അതുപോലെ വജഅല അദ്ദുലുമാതി വന്നൂർ, ഇരുട്ടുകളെയും വെളിച്ചത്തെയും സൃഷ്ടിച്ച, അതുമായി ബന്ധപ്പെടുത്തിയാണ് ഹംദ് പറഞ്ഞിട്ടുള്ളത്. അത് വലിയ അത്ഭുതമാണ്. അതുപോലെ അള്ളാഹുവിൻ്റെ ഒരുപാട് ഖുദ്റത്തുകൾ, അള്ളാഹുവിൻ്റെ ഒരുപാട് വ്യത്യസ്തമായ അള്ളാഹുവിൻ്റെ കഴിവുകൾ ബന്ധപ്പെടുത്തി. അൽഹംദുലില്ലാഹില്ലദീ ലഹു മാ ഫിസ് സമാവാതി വൽ അർദ് വലഹുൽ ഹംദു ഫിൽ ആഖിറ വഹുവൽ ഹകീമുൽ ഖബീർ. സൂറത്ത് സബയിലെ 1-ാമത്തെ വചനമാണ്. അൽഹംദുലില്ലാഹില്ലദീ ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്. ആകാശഭൂമികളുള്ളിലുള്ള എല്ലാറ്റിൻ്റെയും ഉടമസ്ഥനായ അല്ലാഹു. സുബ്ഹാനല്ലാഹ്. സൂറത്ത് ഫാത്തിർ ആരംഭിക്കുന്നത് അൽഹംദുലില്ലാഹി ഫാത്തിരിസ് സമാവാതി വൽ അർദി ജാഇലിൽ മലായികതി റുസുലൻ ഉലി അജ്നിഹതിൻ മസ്ന വസുലാസ വറുബാ എന്ന് പറഞ്ഞുകൊണ്ടാണ്. ആകാശങ്ങളെ ഭൂമിയെ പിളർത്തി സൃഷ്ടിച്ചവനായ റബ്ബ്, അവന് സ്തുതി. അള്ളാഹുവിൻ്റെ പ്രത്യേകം. അതുപോലെ ചിറകുകളുള്ള രൂപത്തിൽ മലക്കുകളെ സൃഷ്ടിച്ചവനായ റബ്ബ്, അവന് സ്തുതി. സുബ്ഹാനല്ലാഹ്. മൂന്നാമതായി കാണുന്നത് ഈ ഹംദ് വന്നിട്ടുള്ളത് അള്ളാഹുവിന് മാത്രമുള്ള ചില കാര്യങ്ങൾ ബന്ധപ്പെടുത്തി പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ കഹ്ഫിലെ 1-ാമത്തെ വചനം അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ് വലം യജ്അൽ ലഹു ഇവജ. അള്ളാഹു മാത്രമാണ്, അള്ളാഹുവിന് മാത്രമേ ഇത് അവകാശപ്പെടാനുള്ളൂ. തൻ്റെ അടിമക്ക് ഗ്രന്ഥമിറക്കിയ അള്ളാഹുവിന് സർവസ്തുതി. നോക്കൂ, നാലാമതായി കാണാം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഏത് കാര്യത്തെയും തൃപ്തിപ്പെടുന്നതുമായി ബന്ധപ്പെടുത്തി അൽഹംദ് പറഞ്ഞു. ഫഖുതിഅ ദാബിറുൽ ഖൗമിൽ ലദീന ളലമു വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സൂറത്ത് അൻആമിൽ തന്നെയാണത്. അക്രമം പ്രവർത്തിച്ച ആളുകളെ മുച്ചൂടും നശിപ്പിച്ചു. അങ്ങനെ നശിപ്പിച്ചവന് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനല്ലാഹ്. ഭയങ്കരമാണ്. ഒരുപാട് സ്ഥലങ്ങളിൽ കാണാം ഇത്, പല രീതിയിൽ കാണാം. സ്വർഗത്തിൽ പ്രവേശിച്ച ആളുകളെ കുറിച്ച് പറയുന്നുണ്ട്, ദഅവാഹും ഫീഹാ സുബ്ഹാനകല്ലാഹുമ്മ വതഹിയ്യതുഹും ഫീഹാ സലാം വആഖിറു ദഅവാഹും അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വർഗത്തിൽ പ്രവേശിച്ച ആളുകൾ പോലും അങ്ങനെയാണ്. അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ നിഅമത്തുകൾക്ക് ശുക്ർ കാണിക്കുന്നിടത്ത് അൽഹംദ് പറഞ്ഞത് കാണാം. സൂറത്ത് ഇബ്രാഹിമിലെ 39-ാമത്തെ വചനം അൽഹംദുലില്ലാഹില്ലദീ വഹബ ലീ അലൽ കിബരി ഇസ്മാഈല വ ഇസ്ഹാഖ് ഇന്ന റബ്ബീ ലസമീഉദ് ദുആ. ഇബ്രാഹിം നബി പറയുന്നുണ്ട്, പ്രായമായ സമയത്ത് ഇസ്മായിലിനെയും ഇസ്ഹാഖിനെയും എനിക്ക് കനിഞ്ഞരുളിയ റബ്ബ്, ആ റബ്ബിന് അൽഹംദുലില്ലാഹ്. സുബ്ഹാനല്ലാഹ്. ഒരുപാട് സ്ഥലങ്ങളിൽ ഇങ്ങനെ കാണാം. ഒരുപാട് സ്ഥലത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമുള്ള ചില സംഗതികളാണ്. യുസബ്ബിഹു ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് ലഹുൽ മുൽക്കു വലഹുൽ ഹംദ്. സുബ്ഹാനല്ലാഹ്. ആകാശഭൂമികളിലുള്ള എല്ലാം അള്ളാഹുവിനെ പരിശുദ്ധിപ്പെടുത്തുന്നു. ലഹുൽ മുൽക്കു വലഹുൽ ഹംദ്. സുബ്ഹാനല്ലാഹ്. മനസ്സിലാക്കണം നമ്മൾ. അതുപോലെ കാണാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഹംദ് ചെയ്യാൻ വേണ്ടി പ്രസ്താവിക്കുന്നുണ്ട്, കൽപ്പിക്കുന്നുണ്ട്. സൂറത്ത് ഇസ്രായിലെ 111-ാമത്തെ വചനം ശ്രദ്ധിക്കൂ.
വഖുലിൽ ഹംദുലില്ലാഹ് അല്ലദീ ലം യത്തഖിദ് വലദൻ വലം യകുൻ ലഹു ശരീകുൻ ഫിൽ മുൽക്ക് വഖുൽ അൽഹംദുലില്ലാഹ്. അൽഹംദുലില്ലാഹ് എന്ന് പറയുന്നു. നമുക്ക് ഭയങ്കരമാണ്. അതുപോലെ നൂഹ് അലൈഹിസ്സലാമുമായി ബന്ധപ്പെട്ട ചരിത്രം പറയുന്നിടത്ത് സൂറത്തുൽ മുഅ്മിനൂനിൽ കാണാം 28-ാമത്തെ വചനം, فإذا استويت أنت ومن معك على الفلك فقل الحمد لله. കൽപ്പനയാണ് അവിടെ. ഒരുപാട് സ്ഥലത്ത് സൂറത്തുൽ നംലിൽ കാണാം, قل الحمد لله وسلام على عباده الذين اصطفى. ഖുൽ പറയൂ എന്ന് പറഞ്ഞിട്ടാ കൽപ്പിക്കുകയാണ്. വഖുൽ അൽഹംദുലില്ലാഹ് സയുരീകും ആയാതിഹി ഫതഅരിഫൂനഹാ വമാ റബ്ബുക ബിഗാഫിലിൻ അമ്മാ തഅമലൂൻ. സൂറത്തുൻ നംലിൽ കാണാം 93-ാമത്തെ വചനം. സഹോദരങ്ങളെ, ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു അൽഹംദുലില്ലയെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു തന്നതാണ്. സുബ്ഹാനല്ലാഹ്, ഭയങ്കരമാണ് അൽഹംദുലില്ല. നമ്മൾ മനസ്സിലാക്കണം സഹോദരങ്ങളെ, അൽഹംദുലില്ലയെ കുറിച്ച്. അൽഹംദുലില്ല വല്ലാത്ത ഒരു സംഭവമാണ്. അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്നാൽ അതിൽ നിറയെ രഹസ്യമാണ്, നിറയെ ഒരുപാട് രഹസ്യങ്ങളുണ്ട് അൽഹംദുലില്ല എന്ന പദത്തിൽ. നോക്കൂ, നമുക്കറിയാം സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെ എണ്ണിയാൽ ഒതുങ്ങാത്തതാണ്. അതോടൊപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എണ്ണിയാൽ ഒടുങ്ങാത്ത അനുഗ്രഹങ്ങളെ അനുഭവിക്കുന്ന മനുഷ്യൻ, യഥാർത്ഥത്തിൽ മനുഷ്യരിൽ മഹാഭൂരിപക്ഷവും മിക്ക ആളുകളും സുബ്ഹാനല്ലാഹ് അള്ളാഹുവിനെ ശുക്ർ ചെയ്യാത്തവരാണ്. അതെ, അള്ളാഹുവിനെ സ്തുതിക്കാത്തവരാണ്. കാരണം എന്താ? നമ്മൾ മനസ്സിലാക്കണം. കാരണം മഹാഭൂരിപക്ഷമാണ്. എന്തുകൊണ്ടാണ് സഹോദരങ്ങളെ അള്ളാഹുവിന് ശുക്ർ ചെയ്യാൻ നമുക്ക് സാധിക്കാതെ പോകുന്നത്? മഹാഭൂരിപക്ഷവും പരിശോധിക്കുന്നത് അല്ലെങ്കിൽ കാണുന്നത് നമുക്ക് നഷ്ടപ്പെട്ടതിനെയാണ്, കിട്ടിയതിനെ കാണുന്നില്ല. അതാണ് പ്രശ്നം. നഷ്ടപ്പെട്ടതിനെ കാണുമ്പോൾ സ്വാഭാവികമായി മനുഷ്യന് ശുക്ർ വരികയില്ല. നമുക്ക് അനുഭവിക്കുന്നതിനെ, കിട്ടുന്നതിനെ കാണണം. വഇന്ന റബ്ബക ലദൂ ഫദ്ലിൻ അലന്നാസ് വലകിന്ന അക്സറഹും ലാ യശ്കുറൂൻ. സൂറത്ത് നംലിൽ അല്ലാഹു പറയുന്നുണ്ട് 73-ാമത്തെ വചനം. വഇന്ന റബ്ബക ലദൂ ഫദ്ലിൻ അലന്നാസ്. നിന്റെ റബ്ബ് അല്ലാഹ് മനുഷ്യർക്ക് ധാരാളം അനുഗ്രഹങ്ങളെ നൽകുന്നവനാണ്. പക്ഷേ ഭൂരിഭാഗം ആളുകളും നന്ദി കാണിക്കുന്നില്ല. സുബ്ഹാനല്ലാഹ്, ആലോചിച്ച് നോക്കൂ. നമുക്കാകണ്ടേ, നമുക്ക് നന്ദി കാണിക്കാൻ സാധിക്കണം. നന്ദി കാണിക്കുന്നവരാകും എപ്പോൾ അൽഹംദുലില്ലാ എന്ന ആ ഒരു സ്തുതി നമ്മുടെ ഉള്ളിൽ നിന്ന് വരുമ്പോൾ. ഉള്ളിൽ നിന്നാണ് സ്തുതി വരേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പ് നബി അവസാനം പറഞ്ഞിരുന്ന വാചകം അനസ് റളിയല്ലാഹു അൻഹു വിശദീകരിച്ച് തരുന്നുണ്ട്. കാന ഇദാ അവ ഇലാ ഫിറാശിഹി ഖാൽ അൽഹംദുലില്ലാഹില്ലദീ അത്അമനാ വസഖാനാ വകഫാനാ വആവാനാ ഫകം മിമ്മൻ ലാ കാഫിൻ ലഹു വലാ മുഅ്വി. നോക്കൂ, ഞങ്ങൾക്ക് ഭക്ഷണം നൽകിയ, ഞങ്ങൾക്ക് കുടിക്കാൻ നൽകിയ, ഞങ്ങൾക്ക് മതിയായ രീതിയിലെല്ലാം നൽകിയ, ഞങ്ങൾക്ക് അഭയം നൽകിയ, ഞങ്ങൾക്ക് ഈ രീതിയിൽ കിടന്നുറങ്ങാൻ അവസരം നൽകിയ അള്ളാഹുവിന് സ്തുതി. എന്നിട്ട് പറയുന്നു, എത്ര എത്ര മനുഷ്യരുണ്ട് കിടന്നുറങ്ങാൻ നിവൃത്തിയില്ലാത്തവർ എന്ന്. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം ആയിഷ റളിയല്ലാഹു അൻഹ നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്. അവരാണല്ലോ നബിയുടെ സ്വഭാവം പറയാൻ ഏറ്റവും അർഹതയുള്ളവർ. അവർ പറയുന്നുണ്ട്, കാന ഇദാ അതാഹു അൽ അംറു യസുറുഹു ഖാല അൽഹംദുലില്ലാഹില്ലദീ ബിനിഅമതിഹി തതിമ്മുസ് സാലിഹാത്ത്. സന്തോഷമുളവാകുന്ന എന്ത് കാര്യം വന്നാലും തിരുമേനി അങ്ങനെ പറയും, അൽഹംദുലില്ലാഹ് അല്ലദീ ബിനിഅമതിഹി തതിമ്മുസ് സാലിഹാത്ത്. നമ്മൾ അങ്ങനെയാകണം. അള്ളാഹുവിൻ്റെ നിഅമത്ത് കൊണ്ട് മാത്രമേ എല്ലാ നല്ല കാര്യങ്ങളും പൂർത്തിയാകൂ. അങ്ങനെ നൽകിയ അള്ളാഹുവിനാണ് എല്ലാ സ്തുതിയും. വഇദാ അതാഹുൽ അംറു യക്റഹുഹു. നബിക്ക് ഇഷ്ടമില്ലാത്ത വല്ലതും ജീവിതത്തിൽ വന്നാൽ ഖാല അൽഹംദുലില്ലാഹ് അലാ കുല്ലി ഹാൽ. നമുക്ക് അവിടെയും അതന്നെയാണ്, അൽഹംദുലില്ലാഹ് അലാ കുല്ലി ഹാൽ. ഏതൊരവസ്ഥയായിരുന്നാലും ശരി അൽഹംദുലില്ലാഹ്. ഇതാണ് സഹോദരന്മാരെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല മഹ്മൂദുൻ ലിദാതിഹി, മഹ്മൂദുൻ ലിസിഫാതിഹി, മഹ്മൂദുൻ ലിനിഅമിഹി, മഹ്മൂദുൻ ലിറഹ്മതിഹി,
മഹ്മൂദുൻ ലിമൻഹജിഹി മഹ്മൂദുൻ ലിഖളാഇഹി. അതാണ് അല്ലാഹു. അല്ലാഹു അവന്റെ ദാത്ത്, അവന്റെ സത്തയിൽ അല്ലാഹു മഹ്മൂദാണ്, സ്തുതിക്കപ്പെടേണ്ടവനാണ്. അള്ളാഹുവിന്റെ സിഫാത്തുകൾ, ഗുണവിശേഷണങ്ങളിൽ അള്ളാഹു സ്തുതിക്കപ്പെടേണ്ടവനാണ്. അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളുടെ അടിസ്ഥാനത്തിൽ അവൻ സ്തുതിക്കപ്പെടേണ്ടവനാണ്. അള്ളാഹു നൽകിയ കാരുണ്യത്തിന്റെ അടിസ്ഥാനത്തിൽ അവൻ സ്തുതിക്കപ്പെടേണ്ടവനാണ്. അള്ളാഹു നമുക്ക് നൽകിയ മാർഗരീതിയുടെ അടിസ്ഥാനത്തിൽ അവൻ സ്തുതിക്കപ്പെടേണ്ടവനാണ്. അള്ളാഹു നമുക്ക് നൽകിയ ഖലാഇന്റെയും ഖദറിന്റെയും അടിസ്ഥാനത്തിൽ നാം അവനെ സ്തുതിക്കപ്പെടേണ്ടവനാണ്. സുബ്ഹാനല്ലാഹ്. അള്ളാഹുവിന്റെ ഏറ്റവും വലിയ റഹ്മത്ത് എന്താണെന്നറിയോ സഹോദരന്മാരെ? ഏറ്റവും വലിയ റഹ്മത്ത് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾക്ക് ശുക്ർ കാണിക്കാൻ അള്ളാഹു 2 വചനങ്ങളെ കൊണ്ട് നമുക്ക് അവസരം നൽകി എന്നതാണ്. അൽഹംദുലില്ലാഹ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മളടുത്ത് എന്താ ഉള്ളത്? എന്താ ഉണ്ടാകുക? അള്ളാഹുവിന് ശുക്ർ കാണിക്കാൻ ഈ ഒരു പദം നമുക്കറിയുകയില്ലെങ്കിൽ സഹോദരന്മാരെ ആലോചിച്ച് നോക്കൂ. സുബ്ഹാനല്ലാഹ്. നമ്മൾ അറിയണം സഹോദരന്മാരെ, നമുക്കൊരു ചെറിയ കാര്യം ഒരു മനുഷ്യൻ നമുക്ക് ചെയ്തു തന്നാൽ താങ്ക്സ് പറഞ്ഞിട്ട് നമുക്ക് മതിയാവില്ല. എത്ര തവണയാണ് പറയുക? നമ്മൾ എത്ര തവണ പറയും? സുബ്ഹാനല്ലാഹ്. എത്രമാത്രം അവനെ പ്രശംസിക്കും, അല്ലെ? എത്രമാത്രം അവനെ പ്രശംസിക്കും. അവനെ പ്രശംസിച്ച് ചിലപ്പോൾ കവിത പറയും, ചിലപ്പോൾ പ്രസംഗിക്കും, ചിലപ്പോൾ വായു നിറയെ അവനെ കുറിച്ചുള്ള വാക്കുകൾ എല്ലായിടത്തും പറയും. പക്ഷെ സുബ്ഹാനല്ലാഹ് സഹോദരന്മാരെ, ഏറ്റവും കൂടുതൽ അനുഗ്രഹങ്ങൾ നമുക്ക് നൽകുന്ന അള്ളാഹുവിന് മുമ്പിൽ നമുക്ക് ഇങ്ങനെ ഒരു വിചാരം വരാറുണ്ട്. അത് വരണം. അതിനാണ് നമ്മൾ അൽഹംദുലില്ലാഹ് എന്ന് പറയുന്നത്. അൽഹംദുലില്ലാഹ് എന്ന് പഠിപ്പിക്കുന്നത് അതിനാണ് സഹോദരന്മാർ. അത് നോക്കൂ, അനാവശ്യമായി മനുഷ്യനെ പുകഴ്ത്തുക എന്നത് പാടില്ലാത്തതാണ്. അനാവശ്യമായി മനുഷ്യനെ പുകഴ്ത്തുക എന്നത് കാപട്യത്തിന്റെ അടയാളമാണ്. പക്ഷെ മനുഷ്യൻ അതിൽ അഗ്രഗണ്യനാണ്. എന്നാൽ അള്ളാഹുവിനെ പുകഴ്ത്തലോ ആവശ്യമാണെന്ന് മാത്രമല്ല, അത് മുഖേനയാണ് അള്ളാഹു നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ നമുക്ക് നിലനിൽക്കുക, അതിൽ വർധനവുണ്ടാവുക. അതുകൊണ്ട് സഹോദരന്മാരെ, ഇനി നമുക്ക് വിട്ടുപോകരുത്. ഈ അൽഹംദുലില്ലയെ കുറിച്ചുള്ള കഥ കേട്ട ശേഷം ഇനി അൽഹംദുലില്ല നമുക്ക് പറയാൻ വിട്ടുപോകും. നോക്കൂ സഹോദരന്മാരെ, ഞാൻ പറഞ്ഞുവല്ലോ, അള്ളാഹു നമുക്ക് നൽകിയ വലിയ റഹ്മത്തിൽപ്പെട്ടതാണ് അള്ളാഹുവിനെ ഹംദ് ചെയ്യാനുള്ള ഒരു വാചകം അവൻ നമുക്ക് പഠിപ്പിച്ചു തന്നു എന്നത്. ഇല്ലെങ്കിൽ ആലോചിച്ച് നോക്കൂ, ലാ അൽഹംദുലില്ലാ അതില്ലെങ്കിലോ മനുഷ്യൻ പ്രയാസപ്പെടൂലേ? സൃഷ്ടാവിന്, റബ്ബിന്, അള്ളാഹുവിന് ശുക്ർ ചെയ്യാൻ അനുയോജ്യമായ ഒരു വാചകം അന്വേഷിച്ച് മനുഷ്യൻ ബുദ്ധിമുട്ടൂലേ? സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് സഹോദരന്മാരെ, കഴിയില്ലല്ലോ ഈ അൽഹംദുലില്ലാ എന്ന ഏറ്റവും അനുയോജ്യമായ ഒരു പദമല്ലാത്ത ഒരു പദം നമുക്ക് ഉപയോഗിച്ചാൽ കഴിയോ അള്ളാഹുവിന് ശുക്ർ ചെയ്യാൻ? കഴിയുകയില്ല സഹോദരന്മാർ, കഴിയുകയില്ല. നമ്മളത് മനസ്സിലാക്കണം. നോക്കൂ, വലിയൊരു അത്ഭുതം നിങ്ങൾ കാണും ഇതില്. അൽഹംദുലില്ലാ എന്ന ഒരു പദത്തിലൂടെ അള്ളാഹു മനുഷ്യർക്കിടയിൽ ഏകത്വം ഉണ്ടാക്കി. മനുഷ്യർക്കിടയിൽ സമത്വം ഉണ്ടാക്കി. എന്താ കാര്യം എന്നറിയോ? ഈ അൽഹംദുലില്ലാ എന്ന ഈ 2 പദങ്ങൾ അള്ളാഹു നമുക്ക് നിർണയിച്ച് പഠിപ്പിച്ച് തന്നിട്ടില്ലായിരുന്നുവെങ്കിൽ മനുഷ്യൻ അവന്റെ വ്യത്യസ്തമായ പ്രകടിപ്പിക്കാനുള്ള കഴിവിനനുസരിച്ച് നന്ദിയുടെ വാക്കുകൾ പറയും. അപ്പൊ അത് വ്യത്യസ്തമാകും. അതിന് പകരം അള്ളാഹു എന്താക്കി? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഒറ്റപ്പദമാക്കി. എല്ലാവർക്കും, നിരക്ഷര കുക്ഷിക്കും അഭ്യസ്ത വിദ്യനും സയന്റിസ്റ്റിനും പണ്ഡിതനും ഒക്കെ ഉച്ചരിക്കാൻ കഴിയുന്ന ഒരു പദം അൽഹംദുലില്ലാ. നോക്കൂ, എന്തുമാത്രം വലിയ കാരുണ്യമാണ്. എല്ലാവർക്കും പറ്റിയ രീതിയിലുള്ള ഒരു പദം തന്നത്. സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല, എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്, ഈ അൽഹംദുലില്ലാ എന്ന പദത്തിലൂടെ അള്ളാഹു അവന്റെ അടിമക്കിടയിൽ സമത്വമുണ്ടാക്കി. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ടാണല്ലോ വിശുദ്ധ ഖുർആൻ ആരംഭിക്കുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വചനത്തിന് ശേഷം ഖുർആൻ നമ്മൾ എടുത്തു മറിച്ചാൽ ആരംഭിക്കുന്നത് എന്ത് പറഞ്ഞിട്ടാ? അൽഹംദുലില്ലാഹ്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് സഹോദരന്മാരെ, വിട്ടുപോകരുത്. സദാസമയവും നമ്മൾ ഈ അള്ളാഹുവിനെ ഹംദ് ചെയ്യുന്നവരായിരിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല, നോക്കൂ, എന്തിനാണ് നമ്മൾ ഹംദ് ചെയ്യുന്നത്? അള്ളാഹു റബ്ബുൽ ആലമീൻ ആയതുകൊണ്ടാണ്. എന്താ റബ്ബുൽ ആലമീൻ? നോക്കൂ, അള്ളാഹു സുബ്ഹാനഹു വ തആല
നമ്മളെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ഭൂമിയിൽ നമുക്കാവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും തന്നു. എല്ലാം സൃഷ്ടിക്കുന്നതിന് മുമ്പ് മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ഇവിടെ വെള്ളമുണ്ടാക്കി, ഇവിടെ വായുവുണ്ടാക്കി. മനുഷ്യന് ഈ ലോകം അവസാനിക്കുന്നത് വരെ ആവശ്യമായ വിഭവങ്ങളൊക്കെ സുലഭമായി ഉണ്ടാക്കി. സുബ്ഹാനല്ലാഹ്. മനുഷ്യൻ വരുന്നതിന് മുമ്പ് മനുഷ്യനെ സ്വീകരിച്ചത് ഇവിടെ സൗകര്യങ്ങളായിരുന്നു. അതാണ്. സുബ്ഹാനല്ലാഹ്. മനുഷ്യൻ ഇവിടെ വന്ന് പ്രയാസപ്പെടാൻ പാടില്ല. അതുകൊണ്ട് നോക്കൂ, ആദം അലൈഹിസ്സലാമും ഹവ്വായും ആ സ്വർഗലോകത്ത് നിന്ന് ഭൂമി ലോകത്തേക്ക് വരുന്നതിന് മുമ്പ് ഇവിടെ അവർക്ക് കുടിക്കാനുള്ളതുണ്ടാക്കി, ഭക്ഷിക്കാനുള്ളതുണ്ടാക്കി, ജീവിത വിഭവങ്ങൾ ഉണ്ടാക്കി, സൗകര്യങ്ങൾ ഉണ്ടാക്കി, സമൃദ്ധികളുണ്ടാക്കി, ശ്വസിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കി. സുബ്ഹാനല്ലാഹ്. ആദമും ഹവ്വയും ഇവിടെ വരുമ്പോ ഇവിടെ എല്ലാം പരിപൂർണമാണ്. സുബ്ഹാനല്ലാഹ്. അതാണ് അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ ഔദാര്യം എന്ന് പറയുന്നത്. നിങ്ങൾ ചിന്തിക്കുക സഹോദരന്മാരെ, നമ്മള് നമ്മുടെ ഉമ്മയുടെ ഗർഭാശയത്തിൽ നാം സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പ് അള്ളാഹുവിന്റെ ഔദാര്യം, അവിടെ അതിനു വേണ്ടിയുള്ള ഒരു സംവിധാനം അള്ളാഹു ഒരുക്കി. പുരുഷ ശരീരത്തിലില്ലാത്ത ഒരു സംവിധാനം മാതാവിന്റെ സ്ത്രീ ശരീരത്തിൽ ഉണ്ടാക്കി. അല്ലേ? എത്ര മനോഹരമായാണ് ആ ശരീരത്തിലെ ഗർഭാശയം എന്ന ഭാഗം, അവിടെ ആ കുഞ്ഞിന് വളരാനുള്ള എല്ലാ സംവിധാനവും, അല്ലെ? ഒരു ഗർഭസ്ഥ ശിശുവിന് ആവശ്യമായ എല്ലാം അവിടെ ഒരുക്കി. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ ഗർഭസ്ഥ ശിശു പുറത്തേക്ക് വന്നാൽ, അല്ലെ, പ്രത്യേകമായ ഒരു കാലഘട്ടത്തിൽ ആ കുഞ്ഞിന് കുടിക്കാൻ ആവശ്യമായ പോഷകമൂല്യങ്ങളുള്ള പാല് ഉമ്മയുടെ സ്തനങ്ങളിൽ നിറച്ചു വെച്ചു. അല്ലാത്ത സംവിധാനം അതുവരെ ഇല്ല. അതാ രസം. അതുവരെ ഇല്ല. കുഞ്ഞു പുറത്തേക്ക് വന്നത് മുതലാണ്. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, സുബ്ഹാനല്ലാഹ്. നോക്കൂ സഹോദരന്മാരെ, എന്തൊരത്ഭുതമാണ്. പിന്നീട് അങ്ങോട്ട് മനുഷ്യന് പലതരത്തിലുള്ള അനുഗ്രഹങ്ങൾ എല്ലാം നോക്കൂ, വല്ലാത്ത അത്ഭുതമല്ലേ? മനുഷ്യൻ ഇത് കൊടുത്തിട്ടുള്ളത് മനുഷ്യന്റെ ഒരു കഴിവുമില്ലാതെയാണ്. മനുഷ്യനോട് ഒന്നും ചോദിക്കാതെ, ഒരു കഴിവുമില്ലാതെ. നിങ്ങൾ പരിശോധിച്ചു നോക്കൂ, സൂര്യൻ എന്ന മഹാ അത്ഭുതം മനുഷ്യന് ചൂട് നൽകുന്നു, മനുഷ്യന് എനർജി നൽകുന്നു, ഭൂമിക്ക് ജീവൻ നൽകുന്നു. മനുഷ്യന് വല്ല പങ്കുമുണ്ടോ അതിൽ? ഒരു പങ്കുമില്ല. ഒന്നുമില്ലാതെ മഴ ആകാശത്ത് നിന്ന് വർഷിക്കുന്നു. മനുഷ്യന് ഇതിൽ വല്ല പങ്കുമുണ്ടോ? ഒരധ്വാനവുമില്ല. വായു, കാറ്റ്, നോക്കൂ, മനുഷ്യൻ ശ്വസിക്കുന്ന വായു, ഇഷ്ടം പോലെ. മനുഷ്യന് വല്ല പങ്കുമുണ്ടോ? മനുഷ്യന് വല്ല അധ്വാനമുണ്ടോ? ഇല്ല. ഭൂമി നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഭൂമിയിൽ മനുഷ്യന് ആവശ്യമായ മുഴുവൻ വിഭവങ്ങളും എല്ലാം മനുഷ്യൻ വിത്ത് വിതക്കുന്നു. വലിയ മരങ്ങൾ ഉണ്ടാകുന്നു, ഒരുപാട് കായ്കൾ ഉണ്ടാകുന്നു. അൽഹംദുലില്ലാഹ്. രാത്രിയും പകലും മാറി മാറി വരുന്നു. വിശ്രമിക്കാൻ രാത്രി വേണം, അല്ലേ? ഉപജീവനത്തിന് വേണ്ടി നടക്കാൻ പകല് വേണം. ഈ പകലിന്റെ വെളിച്ചം എവിടുന്ന് കിട്ടി? മനുഷ്യന് കഴിയുമോ? അൽഹംദുലില്ലാഹ്. ഈ രാത്രി എവിടുന്ന് കിട്ടി? രാത്രിയിലെ വിശ്രമം എവിടുന്ന് കിട്ടി? അൽഹംദുലില്ലാഹ്. സഹോദരന്മാരെ, ശരിക്ക് ചിന്തിക്കുക. മനുഷ്യന് ഒന്നും കൊടുക്കണില്ല, പകരം ഒരു വസ്തുവും കൊടുക്കണില്ല. നമുക്ക് അള്ളാഹുവിന് കൊടുക്കാനുള്ളത് അൽഹംദുലില്ലാഹ്. അതാണ് അൽഹംദുലില്ലാഹ്. നിർബന്ധമായി 17 പ്രാവശ്യം അള്ളാഹു നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്നത് എന്തിനാ? സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്. അതിനാണ്. എന്തോരം അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളാ സഹോദരന്മാരെ. അള്ളാഹുവിന്റെ നിഅമത്തുകൾ നമ്മളെ അനുഭവിപ്പിക്കുന്നു. കാണിക്കുക മാത്രമല്ല, അനുഭവിപ്പിക്കുന്നു, ആസ്വദിപ്പിക്കുന്നു. അതിലൊന്നിന്റെ പോലും അവകാശിയാണെന്ന് പറയാൻ മനുഷ്യന് പറ്റില്ല. അത്രമാത്രം വലിയ സംഗതി. മനുഷ്യന് എത്ര അധ്വാനിച്ചാൽ സൂര്യനെ സൃഷ്ടിക്കാൻ കഴിയുമോ? സൂര്യനെ ഉദിപ്പിക്കാൻ കഴിയുമോ? അസ്തമിപ്പിക്കാൻ കഴിയുമോ? മനുഷ്യൻ എത്ര അധ്വാനിച്ചാലും
ഫലഭൂയിഷ്ടമായ മഴയെ വർഷിപ്പിക്കാൻ കഴിയുമോ? മനുഷ്യൻ എത്ര അധ്വാനിച്ചാലും ഈ ഭൂമിയിൽ നിന്ന്, ഒരേ ഭൂമിയിൽ വ്യത്യസ്തമായ പഴവർഗ്ഗങ്ങൾ, വ്യത്യസ്തമായ പ്രോട്ടീനുകളുള്ള പഴവർഗ്ഗങ്ങൾ. യാ റബ്ബ്, അൽഹംദുലില്ലാഹ്. സഹോദരങ്ങളെ, ഇങ്ങനെ നമ്മൾ കണ്ണോടിച്ചാൽ നമ്മുടെ കണ്ണിന്റെ ചുറ്റുഭാഗവുമുള്ളത് ഒക്കെ ഒരിക്കലും നമുക്ക് നമ്മുടെ സൃഷ്ടാവിനെ ഒരിക്കലും മറക്കാൻ സാധ്യമല്ലാത്ത വിധം അൽഹംദുലില്ലാഹ് നമ്മളെ പറയിപ്പിക്കും. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ സഹോദരന്മാരെ, ഒരു നല്ല പൂവ് നമ്മൾ കണ്ടാൽ, അല്ലെ, ആ പൂവിനെ കുറിച്ച് നമ്മൾ പറയും എത്ര മനോഹരമാണ് ഈ പൂവ്, അല്ലെ? പൂവിനെ നമ്മൾ വർണ്ണിക്കും, അതിന്റെ ഇതളുകൾ വർണ്ണിക്കും, അതിന്റെ സുഗന്ധത്തെ വർണ്ണിക്കും. സുബ്ഹാനല്ലാഹ്. അതിന്റെ സൗന്ദര്യത്തെ വർണ്ണിക്കും. നമ്മളൊക്കെ പറയും, അതൊക്കെ പറയും. പക്ഷെ സഹോദരന്മാരെ, നമ്മൾ ചിന്തിക്കേണ്ട, ആരാണ് ഇതിന് ഈ സൗന്ദര്യം നൽകിയത്? ആരാണ് ഈ പൂവിന് ഈ സുഗന്ധം നൽകിയത്? ആരാണ് ഈ പൂവിന് ഈ കളർ നൽകിയത്? പറയണ്ടേ നമുക്കത്? ആ പൂവിനെ നോക്കി പറയണ്ടേ അൽഹംദുലില്ലാഹ്? പറയണ്ടേ? ആര് നൽകിയത്? ആർക്കെങ്കിലും ഏതെങ്കിലും പെയിന്റർക്ക് നൽകാൻ കഴിയും? ഏറ്റവും നല്ല ഇവിടെ ഭൂമിയിലുള്ള ഒരു പെയിന്റർക്ക് ഇതുപോലെയുള്ള ഒരു വർണ്ണം നൽകാൻ കഴിയുമോ? സുബ്ഹാനല്ലാഹ്. അതാണ് സഹോദരന്മാരെ അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല, സഹോദരന്മാരെ, അല്ലാഹു എത്ര തന്നാലും അവന്റെ ഖജനാവ് വറ്റുകയില്ല. വഇൻ മിൻ ശൈഇൻ ഇല്ലാ ഇൻദനാ ഖസാഇൻ വമാ നുനസ്സിലുഹു ഇല്ലാ ബിഖദരിൻ മഅലൂം. എന്തല്ല തരുന്നതിലും അതിൻ്റെയൊക്കെ വലിയ ഖജാനകൾ അള്ളാഹുവിന്റെ കയ്യിലുണ്ട്, അള്ളാഹുവിന്റെ അടുത്തുണ്ട്. അള്ളാഹു ധാരാളമായി നൽകും, നൽകിക്കൊണ്ടേയിരിക്കും. നൽകുക എന്നത് അള്ളാഹുവിന്റെ ഇഷ്ടമാണ്, ഇഷ്ടപ്പെട്ട പണിയാണ്. പക്ഷെ എന്ത് വേണം നമുക്ക് സഹോദരന്മാരെ? അള്ളാഹുവിൽ നിന്ന് കിട്ടുമ്പോൾ നമുക്ക് അള്ളാഹുവിന് ശുക്ർ കാണിക്കാൻ സാധിക്കണം, ഹംദ് കാണിക്കാൻ സാധിക്കണം. അള്ളാഹു ഒരിക്കലും നമ്മളെ ഉപദ്രവിക്കൂല, ഒരിക്കലും പ്രയാസപ്പെടുത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 2 വാക്കുകൾ ഞാൻ പഠിപ്പിച്ചില്ലേ? സന്തോഷമുണ്ടാകുമ്പോഴും അൽഹംദുലില്ലാഹ് ബിനിഅമതിഹി തതിമ്മുസ് സാലിഹാത്ത്, പ്രയാസമുണ്ടാകുമ്പോ അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. രണ്ടിലും അൽഹംദുലില്ലാഹ്. കാരണം നമുക്കറിയില്ല, ആ പ്രയാസങ്ങളുടെ പിറകിൽ പോലും എന്തോ വലിയത് ഒളിച്ചു കിടക്കുന്നുണ്ട്. അത് അള്ളാഹുവിനെ അറിയും. സാധാരണ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിക്കൊണ്ടേയിരിക്കും. പക്ഷെ നമ്മൾ ഒന്ന് ചെയ്താൽ മതി, അള്ളാഹുവിനോട് ചോദിക്കുക. നമുക്ക് അള്ളാഹുവിനോട് ചോദിക്കുക, അള്ളാഹുവിനോട് സഹായം ചോദിക്കുക. സുബ്ഹാനല്ലാഹ്. ചോദിച്ചാൽ അള്ളാഹ് തരും എന്നല്ലേ പറഞ്ഞത്? വഖാല റബ്ബുക്കും ഉദ്ഉനി അസ്തജിബ് ലക്കും. പോരെ നമുക്ക് അള്ളാഹുവിനെ സ്തുതിക്കാൻ? അത് മാത്രം പോരെ? പോരെ സഹോദരന്മാരെ? പോരെ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഒരാളോട് ചോദിക്കണമെങ്കിൽ, മനുഷ്യരിൽപ്പെട്ട ഒരാളോട് ചോദിക്കണമെങ്കിൽ അയാളുമായി ഒരു അപ്പോയിന്റ്മെന്റ് നിശ്ചയിക്കണം. മലിക്കുൽ ജബ്ബാറായ റബ്ബിനോട് ചോദിക്കണമെങ്കിൽ നോ അപ്പോയിന്റ്മെന്റ്സ് വേണ്ട, എപ്പോഴും ചോദിക്കാം, ഏത് സമയത്തും ചോദിക്കാം. അതല്ലേ അൽഹംദുലില്ലാഹ്. അങ്ങനെ ഒരു റബ്ബല്ലേ നമുക്കുള്ളത് സഹോദരൻ? റബ്ബല്ലേ നമുക്കുള്ളത്? നമ്മുടെ ഉള്ളിലുള്ളത് എന്താണെന്നറിയുന്ന റബ്ബ്. അതാണ് നമ്മുടെ ഉള്ളിലുള്ളത് എന്താണെന്ന് അല്ലാഹുവിനറിയാം. ചോദിക്കാതെ തന്നെ നമുക്ക് തരും. ഒരു ഖുദ്സിയായ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്, മൻ ശഗലഹു ദിക്രി അൻ മസ്അലതി അഅതൈതുഹു അഫ്ദല മാ അത്സഅലു. ഒരാൾ എന്നെ സ്മരിക്കുന്ന വിഷയം കൊണ്ട് ചോദിക്കാൻ മറന്നുപോയാൽ, അള്ളാഹുവിനെ കുറിച്ചുള്ള ചർച്ചയും ചിന്തയുമായി, അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തയും ചർച്ചയുമായി, അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ നിലനിർത്തുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച കാരണത്താൽ ചോദിക്കാൻ മറന്നുപോയി, അല്ലെങ്കിൽ ചോദിക്കാൻ വിട്ടുപോയി, ചോദിക്കാൻ സമയം കിട്ടിയില്ല എങ്കിൽ അല്ലാഹു തആല പഠിപ്പിക്കുകയാണ്, ചോദിക്കുന്നവർ ചോദിക്കുന്നതിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഞാൻ അവന് നൽകുമെന്ന്. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. ഇതാണ് സഹോദരന്മാരെ. ഇതുകൊണ്ട് അൽഹംദുലില്ലാഹ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ആയത്തിൽ നിന്ന് നാം അമല് ചെയ്യണം. ഇനി നമ്മുടെ ജീവിതം അൽഹംദുലില്ലാഹ് ആകണം. അൽഹംദുലില്ലാഹ്. അല്ലാഹു അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. നിങ്ങൾ ആലോചിച്ചു, ഈ ഖുർആൻ ഈ രീതിയിൽ പഠിക്കാവുന്ന ഒരവസ്ഥയിലേക്ക് അല്ലാഹു നമ്മളെ എത്തിച്ചില്ലേ? പറയണ്ടേ നമ്മൾ അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. എന്തുകൊണ്ട് സഹോദരങ്ങളെ അൽഹംദുലില്ലാഹ്? ഒന്നാമത്തത് പറഞ്ഞത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
ആലമീനുകളുടെ റബ്ബ് ആരാ? ലോകങ്ങളുടെ റബ്ബ്. ലോകങ്ങളാണ്, ഒരു ലോകമല്ല, അനേകം ലോകം. അനേകം ലോകം. ആലം ഒന്നാണ്, ആലമീൻ അനേകം ലോകങ്ങൾ. അനേകം ലോകങ്ങൾ. എന്തൊക്കെ ലോകങ്ങളുണ്ട്! മനുഷ്യൻ അറിയുന്നതും അറിയാത്തതുമായ ഒരുപാട് ലോകങ്ങൾ അല്ലേ? നക്ഷത്ര ലോകങ്ങൾ അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഗ്രഹങ്ങളുടെ ലോകങ്ങൾ അല്ലേ? ജന്തുക്കളുടെ ലോകങ്ങൾ. ജന്തുക്കളിൽ തന്നെ പലതരത്തിലുള്ള ജന്തുക്കളുടെ ലോകങ്ങൾ. മനുഷ്യലോകം, ജിന്ന് ലോകം, മലക്കുകളുടെ ലോകം, അനേകം ലോകം. ഇതിനെയൊക്കെ ഒരൊറ്റ രക്ഷിതാവേ ഉള്ളൂ. അതുകൊണ്ട് അൽഹംദുലില്ലാഹ്. ഒരുപാട് രക്ഷിതാവുണ്ടെങ്കിൽ പ്രശ്നമാണ്. അതുകൊണ്ട് അൽഹംദുലില്ലാഹ്, ഏകനായ റബ്ബ്. സുബ്ഹാനല്ലാഹ്. സഹോദരങ്ങളെ, ഇതാണ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അള്ളാഹു നമുക്ക് മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനുമുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധ ഖുർആനിനെ ഉൾക്കൊള്ളുവാനുള്ള കഴിവ് നമുക്ക് നൽകുമാറാകട്ടെ. തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. സഹോദരന്മാരെ, ഞാൻ സൂചിപ്പിച്ചുവല്ലോ, ഹംദ് ശുക്രിൽ നിന്നാണ്. രണ്ട് സംഗതികളാണ് ഹംദിലുള്ളത്, നമ്മൾ മനസ്സിലാക്കി അല്ലെ? രണ്ട് കാര്യങ്ങൾ. അതിൽ ഹംദിൽ എന്തുണ്ട്? ശുക്റുണ്ട്. അള്ളാഹുവിനോട് തൃപ്തി, അതാണ് ഒന്നാമത്തേത്. അള്ളാഹു നൽകുന്ന അനുഗ്രഹങ്ങൾക്കുള്ള തൃപ്തി. രണ്ടാമത്തേത് ആ തൃപ്തി പ്രകടിപ്പിക്കൽ, നന്ദിയായി പുറത്തേക്ക് വരൽ. ഇത് രണ്ടും കൂടിയാലാണ് ഹംദ്. സുബ്ഹാനല്ലാഹ്. ശരിക്കും നമ്മൾ മനസ്സിലാക്കണം. ഒരൊറ്റ വ്യത്യാസമേ ഉള്ളൂ, അതും കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. ഹംദ് എന്ന് പറഞ്ഞാൽ എന്താ? ഹംദ് എന്ന് പറഞ്ഞാൽ അത് അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ കിട്ടിയാലും ഇല്ലെങ്കിലും ഹംദുണ്ട്. അതാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആയിൽ നമ്മൾ മനസ്സിലാക്കി. അത് മുത്ലഖാണ്. സവാഅൻ അകാന ഫീ മുഖാബലതി നിഅമതിൻ ഔ ഗൈരിഹാ. മുത്ലഖ് എന്ന് പറഞ്ഞാൽ നിരുപാധികമാണ് അൽഹംദുലില്ലാഹ്. അതിന്റെ മുമ്പിൽ നിഅമത്ത് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ശരി. ശുക്രോ, അതാണ് വ്യത്യാസം. ഒറ്റ വ്യത്യാസമേ ഉള്ളൂ. ശുക്ർ എന്താ? അൻ യകൂന ഫീ മുഖാബലതി നിഅമതിൻ മിനല്ലാഹ്. അള്ളാഹു നൽകിയ ഒരു നിഅമത്തിന് പകരമുള്ളതിനാണ് എന്ത് പറയുക? ശുക്ർ എന്ന് പറയാം. ഹംദിലോ നിഅമത്തില്ലെങ്കിലും എന്തുണ്ട്? ഹംദുണ്ട്. മനസ്സിലായില്ലേ? എന്നാൽ അൽഹംദുലില്ലാ എന്നതിൽ എന്തുണ്ട്? രണ്ടുമുണ്ട്. എന്തൊക്കെ രണ്ട്? ഒന്ന്, അള്ളാഹുവിനെ കുറിച്ചുള്ള സംതൃപ്തിയുണ്ട്. രണ്ടാമത്തേത് അള്ളാഹുവിനുള്ള ശുക്റുണ്ട്. അള്ളാഹു ഇങ്ങനെ ധാരാളമായി ഹംദ് ചെയ്യുന്നവരിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പലപ്പോഴും ഹംദിന് നമ്മൾ വിസ്മരിച്ചു പോകാറുണ്ട് അല്ലേ? ഭക്ഷണം കഴിച്ച് വയറ് നിറഞ്ഞാൽ, വെള്ളം കുടിച്ച് ദാഹം തീർന്നാൽ, ഉറങ്ങി എഴുന്നേറ്റ് വരുമ്പോ ഒക്കെ നമ്മൾ പറയണം അൽഹംദുലില്ലാ. പക്ഷെ മറന്നു പോകുന്നു. എന്തുകൊണ്ടാ? ഇതെന്താ നമുക്ക് മനസ്സിലായില്ല. ഇനി നമ്മൾ വിസ്മരിക്കും. ഇനി നമുക്ക് മറന്നു പോകരുത്. നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാകണം സഹോദരങ്ങളെ. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ഖുർആനിനെ നമ്മുടെ ജീവിതത്തിന്റെ വെളിച്ചമാക്കി നമുക്ക് മാറ്റിത്തരുമാറാകട്ടെ. അള്ളാഹുവിനോട് നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കണം സഹോദരന്മാരെ. അല്ലാഹുമ്മ ജഅലിൽ ഖുർആന റബിഅ ഖുലൂബിന വനൂറ സുദൂരിന വജലാഅ അഹ്സാനിന وذهاب همومنا برحمتك يا أرحم الراحمين. صلى الله وسلم على رسوله النبي الكريم وعلى آله وصحبه أجمعين والحمد لله رب العالمين. سبحانك اللهم وبحمدك أستغفرك وأتوب إليك. السلام عليكم ورحمة الله. جزاكم الله خير. بارك الله فيك. സഹോദരന്മാരെ, നമ്മുടെ ഒരു കോഴ്സ് എന്ന നിലക്ക് നമ്മൾ ഈ ആഴ്ചയോടുകൂടി നമ്മൾ ഫ്രീ ആയി നൽകിയിരുന്ന ഈ സേവനം ഈ ആഴ്ചയോടുകൂടി അവസാനിക്കുകയാണ്. സെപ്റ്റംബർ മാസത്തിന്റെ അവസാനത്തെ ക്ലാസ് ആണ്. അടുത്ത ആഴ്ച മുതൽ നമ്മൾ രജിസ്റ്റർ ചെയ്ത ആളുകൾക്ക് മാത്രമായിരിക്കും ക്ലാസ് ലഭ്യമാവുക. അതുകൊണ്ട് തന്നെ നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ നിർദ്ദേശങ്ങൾ നൽകുന്നതായിരിക്കും. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ്. പ്രതിമാസം ഫീസായി നിശ്ചയിച്ചിട്ടുള്ളത് ആ തുക നിങ്ങൾ 3 മാസത്തേക്കോ 6 മാസത്തേക്കോ നിങ്ങൾക്ക് ഒരുമിച്ച് അടക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ ഇന്റർനാഷണൽ സ്റ്റുഡൻസിനുള്ള പേയ്മെന്റ് ലിങ്കുകൾ നിങ്ങൾക്ക് അതിലൂടെ അയച്ചു തരുന്നതാണ്. അതോടൊപ്പം അക്കൗണ്ട് ത്രൂ നാട്ടിലുള്ള ആളുകൾക്ക്
അക്കൗണ്ട് ത്രൂ മുഖേനയും നിങ്ങൾക്ക് പണമടക്കാവുന്നതാണ്. സർട്ടിഫൈഡ് വാട്സപ്പ് ഗ്രൂപ്പിൽ ചേരുവാൻ ഫീസ് അടിച്ച റെസിപ്റ്റ് അഡ്മിന് അയച്ചു കൊടുക്കേണ്ടതുണ്ട്. നിങ്ങളുടെ ഫീസ് അടിച്ച സ്ലിപ്പിന്റെ ഒരു പകർപ്പോ സ്ക്രീൻഷോട്ടോ നമ്മൾ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, അത് 05274819116 ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് അയച്ചു കൊടുക്കേണ്ടതാണ്. എന്നാൽ നിങ്ങൾക്ക് ഒരു രജിസ്ട്രേഷൻ നമ്പർ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്ത് നൽകുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ നിങ്ങൾ അടിച്ച പണത്തിന്റെ ഫോമുകൾ അടിച്ചതിന് ശേഷം ഫീസിന്റെ ഗൂഗിൾ ഫോമിൽ അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ്. അതിന്റെ ലിങ്ക് നിങ്ങൾക്ക് നൽകുന്നതാണ്. ഇതുവരെ നമുക്ക് ക്ലാസ് റെക്കോർഡിങ്സ് ഒക്കെ ലഭ്യമായിരുന്നു യൂട്യൂബ് ത്രൂ ഒക്കെ. ഇനി ഇത് നമ്മൾ ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സ് എന്ന നിലക്ക് ക്ലാസ്സുകൾ യൂട്യൂബിൽ ലഭ്യമല്ല, ഓൺലൈനിലാണ് ക്ലാസ്സുകൾ ലഭിക്കുക. അത് രജിസ്റ്റർ ചെയ്ത ആളുകൾക്ക് മാത്രമായിരിക്കും ക്ലാസ്സുകളുടെ ലിങ്കുകൾ ലഭിക്കുക. അതിന് quran.almanarcenter.com എന്ന വെബ്സൈറ്റ് ആണ് അതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. അതിന് ക്ലാസ്സുകൾ ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. ക്ലാസ് റെക്കോർഡുകൾ ലഭിക്കുവാൻ നിങ്ങളുടെ ഇമെയിൽ ID, നിങ്ങൾ ഉപയോഗിച്ച ID ഉപയോഗിച്ച് വെബ്സൈറ്റിൽ ഒരു അക്കൗണ്ട് രജിസ്റ്റർ ചെയ്യുക. വെബ്സൈറ്റിൽ പ്രവേശിക്കുവാൻ ഉപയോഗിച്ച ഇമെയിൽ ID അഡ്മിന് നൽകുക. നിങ്ങളുടെ അക്കൗണ്ട് സൃഷ്ടിച്ചു കഴിഞ്ഞാൽ വെബ്സൈറ്റിൽ പ്രവേശിക്കുവാൻ നിങ്ങളുടെ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ ID ചുവടെയുള്ള വാട്സപ്പ് നമ്പറിലേക്ക് അയക്കുക. അത് 05274819116 ഈസയാണ് ബന്ധപ്പെടേണ്ടത്. വാട്സപ്പ് നമ്പറുകൾ ഗ്രൂപ്പിൽ ടെക്സ്റ്റ് ആയിട്ട് അയക്കുന്നതാണ്. നിങ്ങൾക്കുണ്ടാകുന്ന വല്ല സഹായങ്ങൾക്ക് ഹെൽപ്പിനായിട്ട് ബന്ധപ്പെടേണ്ടത് ആ നമ്പർ 05 നാട്ടിലുള്ളവരാണെങ്കിൽ കോഡ് അടിക്കണം 009715274819116. ആഴ്ച തോറും അയക്കുന്ന ഗൂഗിൾ ഫോം ക്വിസ് നിങ്ങൾ പൂർത്തീകരിക്കുവാൻ ഹാജർ അടയാളപ്പെടുത്തും. അതായത് നിങ്ങൾ പങ്കെടുക്കുന്ന ആളുകൾക്ക് ഹാജർ ഉണ്ടാകും. അതോടൊപ്പം തന്നെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട ക്വിസ് മത്സരങ്ങളും ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങളുടെ പങ്കാളിത്തം സ്ഥിരീകരിക്കുവാൻ വേണ്ടി അത് പൂരിപ്പിച്ചിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഫോം അയച്ചു തരുന്നതാണ്. അടുത്ത ക്ലാസ്സിന് മുമ്പ് ഫോറം പൂർത്തീകരിക്കാൻ ശ്രദ്ധിക്കുക. അതായത് നിങ്ങൾക്ക് ഓരോ ക്ലാസ്സും കഴിയുമ്പോഴും അതുമായി ബന്ധപ്പെട്ടുള്ള അതിൻ്റെ ചെറിയൊരു ക്വിസ് എന്ന നിലക്ക് ഫോം അയച്ചു തരുന്നതാണ്. അടുത്ത ക്ലാസ്സിൽ പങ്കെടുക്കുന്നതിന് മുമ്പായി തന്നെ ആ ഫോം ഫിൽ ചെയ്ത് നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. കോഴ്സ് പൂർത്തീകരിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ സർട്ടിഫിക്കറ്റുകൾ നൽകും. ഇൻഷാ അല്ലാഹു വിശുദ്ധ ഖുർആൻ പഠിക്കുകയും ജീവിതത്തിൽ പകർത്തുകയും മറ്റുള്ളവർക്ക് പകർന്നു നൽകുവാൻ അള്ളാഹു അവസരം നൽകുകയും ചെയ്യുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്കുണ്ടാകുന്ന സംശയങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്. ടെക്സ്റ്റ് ആര് ഉണ്ടാക്കിയേ? ഓക്കെ സക്കറിയ ഭായ്, താങ്ക് യു. നമുക്ക് ക്ലോസ് ചെയ്യാം ഇൻഷാ അല്ലാഹ്.